ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവരുടെ വചനത്തിൽ നിന്ന് നമുക്ക് വാസിച്ചിടാം. എങ്കിൽ നമ്മൾ എപ്പിസോഡ് 85 നമ്മൾ പോവുകയാണ്. എപ്പിസോഡ് 85 ഇത് ഇங்கே നമ്മൾ വാസിക്കുന്നത് ഫിലിപ്പിയ ലേഖനം അല്ലെങ്കിൽ ഫിലിപ്പിയ പുസ്തകം. അതിൽ 1 അധ്യായം 4 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വാസിക്കാൻ പോകുന്നത്. നമുക്ക് 4-ാം വാക്യം നമ്മൾ നേരത്തെ ചിന്തിച്ചാച്ചേ അത് നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഒന്നും കൂടെ വാസിച്ചിട്ട് അതിൻ്റെ മുന്നാടി നമുക്ക് പോകുമ്പോൾ നമുക്ക് ആണ്ടവരുടെ വചനം എന്നാ നമുക്ക് തിരിയും. ഇங்கே നമ്മൾ 4-ാം വാക്യത്തിൽ ഇങ്ങനെ சொல்லுது, നിങ്ങളുടെ നല്ല പ്രവൃത്തി ആരംഭിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തേക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. അതായത് നമ്മൾ ഇங்கே അപ്പോസ്തലനായ പൗലോസ് சொல்லுது എന്നത്, നിന്റെ നല്ല പ്രവൃത്തികളെ പണ്ണാൻ വേണ്ടി നീ സ്റ്റാർട്ട് ചെയ്ത് നീ ഇപ്പോൾ തുടങ്ങിയത് അത് എങ്ക വരെ പോകണം? ആണ്ടവരായ യേശുക്രിസ്തു വരുന്നവരെ പോകണം. അന്നേരം അതിനെപ്പറ്റിയാണ് ഞങ്ങൾ നല്ല പ്രവൃത്തി എങ്കുവരെ ആരംഭിച്ച് ഇപ്പോൾ നിങ്ങൾ ആരംഭിച്ച് യേശുക്രിസ്തുവിൻ്റെ നാളോളം, അതായത് അത് യേശുക്രിസ്തു ഈ രാജ്യം ഭരിക്കാൻ വരുന്ന നാൾ വരെ പോകണം. അല്ലയോ? അതുതാണ് നമ്മൾ വാസിച്ചത്. അന്നേരം നമ്മൾ ഇനി അടുത്ത നമ്മൾ അതിനെപ്പറ്റി നമ്മൾ വിസാരിച്ചാച്ച് അന്നേരം അതായത് ആണ്ടവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ ആണ്ടവരുടെ ഫലങ്ങളിൽ ഒന്നാണ് പ്രവൃത്തി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്നെ ചെയ്താലും ആ കാര്യങ്ങൾ എല്ലാ ഫലങ്ങളും എന്നുവരെ പോയിടും? അവസാനത്തോളം അല്ലെങ്കിൽ കടസി വരെ പോയിടും എന്ന് എങ്കിൽ ചൊല്ലിരിക്കുക. എങ്കിൽ 5-ാം വാക്യത്തിൽ എന്നാ എഴുതിക്കുക, 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിനക്കുള്ള കൂട്ടായ്മ നിമിത്തം. അന്നേരം ഇங்கே 5-ാം വാക്യത്തിൽ എന്നാ വാസിക്കുന്നത്, യുവർ ഫെലോഷിപ്പ് ടു ദ ഗോസ്പൽ ഫ്രം ദ ഫസ്റ്റ് ഡേ അൺടിൽ നൗ. അന്നേരം ഇங்கே നമ്മൾ വാസിക്കുന്നത് നിന്റെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ നിന്റെ കൂട്ടായ്മ അല്ലെങ്കിൽ ആണ്ടവർ ഇங்கே சொல்லுது നിന്റെ കൂട്ടായ്മ അത് എങ്ങ വരെ അത് താൻ നിൽക്കേണ്ടത്. അത് ഏതിന്റെ കൂട്ടായ്മ എന്ന് ചൊല്ലിരിക്കേ? ആണ്ടവരുടെ സുവിശേഷം ചൊല്ലുന്ന കൂട്ടായ്മ അല്ലെങ്കിൽ ആണ്ടവരുടെ സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന ധനസഹായം അല്ലെങ്കിൽ നിങ്ങൾ ആണ്ടവർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ആ ഐക്യം എപ്പടി ഇരിക്കെ അതുതാൻ ഇங்கே ചൊല്ലുന്നത്. ഞാൻ നിങ്ങളെ ഓർക്കും. 5-ാം വാക്യത്തെ 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിനക്കുള്ള കൂട്ടായ്മ നിമിത്തം. അന്നേരം എന്ന് തുടങ്ങി നമ്മുടെ കൂട്ടായ്മ? 1-ാം നാൾ എന്ന് ചൊല്ലിയാൽ നീ ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ 1-ാം ദിവസം മുതൽ നിന്റെ കൂട്ടായ്മയുടെ കാര്യങ്ങൾ അങ്ങ് ചൊല്ലും. അതായത് നീ വചനം പഠിച്ച് ആണ്ടവരുടെ നീ ചിത്തമനുസരിച്ച് നീ എപ്പടി നീ ജീവിക്കുന്ന എന്താണ് ഇங்கே ആണ്ടവർ ചൊല്ലുത്. അതായത് ഇங்கே ചൊല്ലുത് എന്നാൽ നീ അപ്പടി ആണ്ടവരുടെ ചിത്തമനുസരിച്ചും ആ പ്രവൃത്തികൾ എങ്ക വരെ നിൽക്കും? അത് കടസി വരെ നിൽക്കും. അന്നേരം ഇവിടെ 5-ാം വാക്യത്തിൽ അത് ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. അതായത് നിങ്ങൾക്ക് ഫെലോഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് 2 രീതിയിലും എടുക്കാം. ഒന്ന് നമുക്ക് ഞാൻ ഇങ്ങനെ ചൊല്ലുന്നത്, നമ്മൾ ആണ്ടവർക്ക് വേണ്ടി നമുക്ക് സുവിശേഷത്തെ ഘോഷണത്തിന് വേണ്ടി ചെയ്യുന്ന വേലകൾ. അത് ഒന്ന്. രണ്ടാമത് നീ അതിനു വേണ്ടി ചെലവാക്കുന്ന പണം. രണ്ടുമേ ഒന്ന് താൻ എങ്കിൽ ചൊല്ലുത്. നമുക്ക് രണ്ടും ഒന്ന് താൻ. കാരണം നീ അത് എപ്പം വന്നിടും? നമ്മൾ നേരത്തെ വാസിച്ചാച്ചേ നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് എന്നാ കിട്ടിയാച്ചേ? സമാധാനം കിട്ടിയാച്ചേ. സമാധാനം എപ്പോഴും കിട്ടിയാച്ചേ? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കിട്ടിയാച്ചേ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് എന്നാ കിട്ടിയാച്ചേ? നമുക്ക് സമാധാനം കിട്ടിയാച്ചേ. സമാധാനം കിട്ടുന്ന കർത്താവായ യേശുക്രിസ്തു. ആ സമാധാനം നമുക്ക് അത് മുഖാന്തരം എന്നാ ഉണ്ടായച്ചേ? അതിൻ്റെ ഫലത്തിൽ നമ്മൾ എന്നാ സന്തോഷം നമ്മൾ പാക്കുന്നത്. പൗലോസ് സന്തോഷത്തെ പറ്റി നമ്മളോട് ചൊല്ലിയാച്ചേ.
അത് മാത്രമല്ല പിന്നെ എന്നാ നമ്മൾ ചെയ്യേണ്ടത്, ഇനി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങളുടെ പങ്ക് എപ്പടിയിരിക്കും, നീ നിനക്ക് പങ്ക് ചെയ്യാൻ പറ്റും. ഈ കൂട്ടായ്മയ്ക്കകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പടിയും ചൊല്ലിടാം, നിങ്ങൾ ആണ്ടവരോട് നമ്മൾ എത്രമാത്രം ആ വേലയ്ക്ക് വേണ്ടി ജപം പണ്ണുന്നു, അതും ഈ കൂട്ടായ്മയിൽ ഒന്നാണ്. അതായത് നമ്മൾ ജപം പണ്ണുന്നത് ആണ്ടവരോട് നമുക്ക് തന്നിരിക്കുന്ന ദാനത്തിന് ഒത്തവണ്ണം നമ്മൾ ചെയ്യുക. അതായത് ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പറ്റും, നമുക്ക് ആ വേല ചെയ്യുന്നവർക്ക് വേണ്ടി ജപം പണ്ണണം. സുവിശേഷ വേല ചെയ്യുന്നവർക്ക് വേണ്ടി ജപം പണ്ണണം. അതായത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജപം പണ്ണണം. അതിനു വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കണം. അത് മറ്റുമല്ല പിന്നെ എന്നാ ചെയ്യണം, അന്നേരം നമുക്ക് നമുക്ക് കിടക്കുമെന്നാ ചൊല്ലിയിരിക്കുന്നത്. നമ്മൾ 5-ാം വാക്യത്തിൽ നോക്കിയത് ആ ഘോഷത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം, അതായത് നീ ജപം പണി എപ്പടി ആ കൂട്ടായ്മ നീ കാമിക്കുന്നത്, അത് ആര് പാക്കുന്നത്, ആണ്ടവരായ യേശുക്രിസ്തു അല്ലെങ്കിൽ ആണ്ടവർ താൻ പാക്കത്. ആണ്ടവർ നിങ്ങളുടെ എല്ലാ വേലയും ആണ്ടവർ പാത്തുകൊണ്ടേയിരിക്കും. നമുക്ക് 6-ാം വാക്യത്തിൽ എന്നാ ചൊല്ലുന്നത്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 6-ാം വാക്യത്തിൽ ബീയിങ് കോൺഫിഡൻറ്റ് ഓഫ് ദ വെരി തിങ് ദാറ്റ് he which hath begun a good work in you will perform it until the day of Jesus Christ. നമുക്ക് 6-ാം വാക്യം മലയാളത്തിൽ വാസിക്കുന്നത് നമുക്ക് ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ, ഞാൻ എപ്പോഴൊക്കെ നിങ്ങളെപ്പറ്റി ഞാൻ വിസാരിക്കുമോ, ഞാൻ എപ്പോഴൊക്കെ നിങ്ങളെപ്പറ്റി വിസാരിച്ചല്ലേ ചിന്തിച്ചിടുമോ, അപ്പോഴൊക്കെ ഞാൻ എന്നാ പറ്റും, നിങ്ങൾക്ക് വേണ്ടി ജപം പണിടും. ആണ്ടവര് നമുക്ക് വേണ്ടി ആണ്ടവരോട് ജപം പണ്ണുന്ന പൗലോസ് എന്നാ പണ്ണുക, ആണ്ടവരോട് ഞാൻ ജപം പണിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ കൂട്ടായ്മ എന്ന് ചൊല്ലുത്. അതാണ് ഞാൻ ചൊല്ലുത്. അത് തന്നെയാണ് ഇങ്ങനെ ചൊല്ലുത്, നീ എന്നാ ചൊല്ലും, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ എൻ്റെ ആണ്ടവരോട് ഞാൻ സ്തോത്രം പണിടും. കാരണം എന്താ, കാരണം നിങ്ങൾ ചെയ്യുന്ന കൂട്ടായ്മ, നിങ്ങൾ അന്നേരം ഇപ്പം അപ്പോസ്തലനായ പൗലോസിന് ഇங்கே സുവിശേഷ വേല ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റാതെ, കാരണം അവൻ ചങ്ങലയിൽ ഇരിക്കുക. എന്നാലും അവൻ ചൊല്ലുന്നത്, ഞാൻ എന്നെ പണുക, നിങ്ങൾ ചെയ്യുന്ന സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജപം പണിടുക ആണ്ടവരോട്. നിങ്ങൾ ചെയ്യുന്ന വേലയ്ക്ക് ദൈവത്തിന് ആണ്ടവർക്ക് ഞാൻ നന്ദി കരയറ്റുക. കാരണം അവരുടെ ഐക്യത്തോടെ അല്ലെങ്കിൽ അവർ നിന്നോടുള്ള നേസം മുഖാന്തരം അവർ ചെയ്യുന്ന വേല, അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഫെലോഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കൂട്ടായ്മ, നിങ്ങൾ ധനസമ്പാദനം അല്ലെങ്കിൽ നിങ്ങളുടെ ജപങ്ങൾ, ഇതെല്ലാമേ എന്നാ പണ്ണുക, ആണ്ടവർ പാത്തുകൊണ്ടേയിരിക്കുന്നത്. ആണ്ടവർ പാത്തുകൊണ്ടേയിരിക്കുക. അത് മാത്രമല്ല പൗലോസ് ഞാൻ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന അതിനുവേണ്ടി ഞാൻ നന്ദി ആണ്ടവരോട് ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ആണ്ടവരോട് നന്ദി ചൊല്ലേണ്ട ചുമതല നമുക്ക് ആർക്കിരിക്കുകയും എല്ലാ കൂട്ടുവിശ്വാസികൾക്കും ഇരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ജപം പണിടാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയിലുള്ള നമുക്ക് ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കൂട്ടായ്മ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിടുക. അത് ഇங்கே അപ്പോസ്തലനായ പൗലോസ് നമ്മൾ ചൊല്ലുന്നത് 7-ാം വാക്യത്തിൽ, കൃപയിൽ എനിക്ക് കൂട്ടാളിയായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാസത്തിലും നമ്മൾ വാസിക്കുന്ന എന്താ ചൊല്ലുന്നത്, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ, അതായത് തകപ്പനായ ആണ്ടവരുടെ കൃപ. അതാണ് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ വാസിച്ചത്. കൃപ ആടുക
തകപ്പനായ ആണ്ടവരുടെ കൃപ അത് മൂലം എന്നെ അത് നിങ്ങൾ ആണ്ടവരെ വിശ്വസിച്ചപ്പോൾ നമുക്ക് ആണ്ടവരായ യേശു ക്രിസ്തു അല്ലെ നമുക്ക് കിടച്ചാച്ചു. അന്നേരം ഇങ്ങനെ ചൊല്ലുകയാണ്, എന്താ ചെറുത്, നിങ്ങൾക്ക് ആ കൃപ നൽകിയ ആണ്ടവർക്ക് എന്നത് എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും നിങ്ങളെല്ലാവരും എനിക്ക് കൂട്ടാളികളാണ്. അതായത് നിങ്ങൾ വേറെയല്ല, നമ്മളെല്ലാമേ ഒന്ന് താൻ, നമ്മൾ ഒരേ ആത്മാവിൽ. കാരണം നമ്മൾ ആത്മാവ് താൻ വസിക്കുന്നത്. നമ്മൾ ആത്മാവ് വസിക്കുമ്പോൾ ഒരേ ആത്മാവിൽ നമ്മൾ എന്നാ പണുക, നമ്മൾ ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യുക. അന്നേരം ഇங்கே അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ சொல்லுது, ഒക്കെയും ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും. അതായത് രണ്ട് കാര്യം சொல்லுது, ഞാൻ ബന്ധനങ്ങളിലാണ്. അതായത് ഞാൻ ഇപ്പം ജയിലിലാണ്, ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുക, ഞാൻ ഇപ്പം എന്നായിരിക്കെ, ഞാൻ ചങ്ങലയിലിരിക്കുകയാണ്. ആ ബന്ധനങ്ങളിലും അത് മറ്റുമല്ല, നിങ്ങളെയൊക്കെയും ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും. അതായത് നിങ്ങൾ ചെയ്യുന്ന സുവിശേഷം, നമ്മൾ ഇംഗ്ലീഷ് ഈവൻ ആസ് ഇറ്റ് ഈസ് മീറ്റ് ഫോർ മീ ടു തിങ്ക് ദിസ് ഓഫ് യു. ഞാൻ നിങ്ങളെപ്പറ്റി ഞാൻ വിസാരിച്ചുകൊണ്ടേയിരിക്കുക. എന്നെ വിസാരിക്കുക, ഓൾ ബിക്കോസ് ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട്. ഇങ്ങനെ നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. അതായത് നമ്മൾ ഒരേ ശരീരമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന അതേ ചിന്ത തന്നെ എനിക്കും ഇരിക്കെ. നിങ്ങൾ ചെയ്യുന്ന സുവിശേഷ വേലയ്ക്ക് ഞാനും കൂട്ടാളിയാണ്. ഞാൻ ആണ്ടവർക്ക് ചിത്തം വരുവാൻ തക്കോണം, അല്ലെങ്കിൽ ചിത്തം ചെയ്യുവാൻ തക്കോണം നിങ്ങളെയും ഞാൻ ചെയ്തിരിക്കുകയാണ്. ഈവൻ മീ ടു തിങ്ക് ദിസ് ഓഫ് യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വിസാരിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട്. നിങ്ങൾ എൻ്റെ ഹൃദയത്തിലിരിക്കും. ഇപ്പം ഇங்கே അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾ എங்கே വസിക്കുന്നത്? ഞാൻ ചങ്ങലയില്ല, അത് പറവായില്ല. പക്ഷെ നിങ്ങൾ എங்கே വസിക്കുന്നത്? ഞാൻ ഹൃദയത്തിൽ. അത് എപ്പടി ഹൃദയത്തിൽ വസിക്കാൻ പറ്റും? നമ്മൾ ഒരേ ആത്മാവിൻ്റെ ശരീരം. അതായത് അപ്പോസ്തലനായ പൗലോസിൽ ഇരിക്കുന്ന അതേ ആത്മാവ് താൻ ഈ ഫിലിപ്പിലുള്ള വിശ്വാസികൾക്കും ഇരിക്കും. എന്നാൽ നിങ്ങളെല്ലാം ഒരേ ആത്മാവ്. അതായത് നമ്മുടെ ഹൃദയം എപ്പടി ഇരിക്കെ? നമ്മൾ ഒന്ന് ചേർന്നിരിക്കെ. ഐ ഹാവ് യു ഇൻ മൈ ഹാർട്ട് ഇൻ ആസ് മച്ച് ആസ് ബോത്ത് ഇൻ മൈ ബോൺസ്. എൻ്റെ ചങ്ങലയിലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അന്നേരം പൗലോസ് ഏത് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഏത് സ്ഥിതിയിലാണെന്ന് നമുക്ക് കവലപ്പെടേണ്ട കാര്യമില്ല. പൗലോസ് അവൻ ചങ്ങലയിൽ ഇരുന്നിട്ടും അവൻ എന്നാ പണുക? നിങ്ങൾക്ക് ജപം പണിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വേല, ആണ്ടവർക്ക് ചെയ്യുന്ന വേലയെപ്പറ്റി ഞാൻ ജപം പണിക്കും. കാരണം നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ഫലം கிடைக்கும் മാതിരി, അല്ലെങ്കിൽ കൂടുതൽ പ്രയോജനം கிடைக்கும் മാതിരി ചെയ്യുകയാണ്. ഓൺസ് ആൻഡ് ഡിഫൻസ് ആൻഡ് കൺഫർമേഷൻ ഓഫ് ദ ഗോസ്പൽ. അത് എന്തിനു താൻ? നിങ്ങൾക്ക് വേണ്ടി ആണ്ടവരോട് ചെയ്ത അതിൻ്റെ കൺഫർമേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ അതാണ് എങ്കിൽ ചൊല്ലുന്നത് 7-ാം വാക്യത്തിൽ, എൻ്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെക്കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ, അപ്പടി ഞാൻ വിസാരിക്കുന്നത് തപ്പാ എന്ന് കേൾക്കുക. അത് എങ്കിൽ എൻ്റെ സമയം മുടിഞ്ഞാച്ച് നമുക്ക് നാളേക്ക് നമുക്ക് വിസാരിച്ചാൽ ആണ്ടവർ നമുക്ക് പിന്നെ ഒരു സമയം കൂടെ തന്നാച്ച് ആണ്ടവർ നൽകിയ സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആണ്ടവരുടെ വചനം നമുക്ക് നാളേക്ക് നമുക്ക് ചിന്തിക്കാം. ആണ്ടവരുടെ നാമമായി പ്രമാദാകട്ടെ. ആമേൻ.